ബോൾ വരുമ്പോഴത്തേക്ക് കുനിഞ്ഞു കൊടുക്കാം. ബാറ്റിൽ കൊണ്ടാലേ ഔട്ട് ആവുള്ളൂ. ഒരു LBW ഇല്ലായിരുന്നുണ്ട് 4 മണിക്കൂർ ഒറ്റ അടിച്ചു കൊടുക്കായിരുന്നു ബോളിനെ. ഔട്ട് ആവുമ്പോൾ ട്രയൽ ബോളെന്ന് പറയാം. ഇനി അത് തന്നെ പരിപാടി. ഇപ്പൊ നിങ്ങൾ കളിക്കാർക്ക് ഭാര്യമാരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നായിട്ട്? അത് എനിക്ക് വിഷയമല്ലാണ്. അതെന്ത് നിനക്ക് മാത്രം അങ്ങനെ? എന്നാ ഞാനേ ടീമിലില്ല, പിന്നീട് ഭാര്യ കൊണ്ടുപോകുന്നത്. കുഞ്ചു, നിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ എടുത്തില്ല അല്ലേ? എല്ലാം അഴുക്കപ്പായതല്ലണ്ണ. പിന്നെ ഓൾറെഡി ചാമ്പ്യനായ എനിക്ക് എന്തിനാ ഒരു ചാമ്പ്യൻസ് ട്രോഫി? ഇന്നലെ രാജസ്ഥാൻ ക്യാമ്പിൽ എന്തെങ്കിലും ഒരു ആളും മുഖം വെക്കാം. കാരണം അത് എന്നെ ഔട്ടാക്കണം എല്ലാവരെയും രാജസ്ഥാൻ ടീമിൽ എടുക്കുന്ന ആ അപവാദം പറഞ്ഞ് പരത്തിയാണ്. അതുള്ളതല്ലേ? എന്തുള്ളത്? പിന്നെ നിങ്ങൾ എന്തിനാ ആർച്ചറിനെ എടുത്തത്? ആർച്ചർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന് പ്രാന്ത് പിടിച്ചു കൊടുത്തനാണ്. ഈ രാജസ്ഥാനിലാണെങ്കിൽ സ്വർണ്ണത്തിന് നല്ല വിലക്കുറവാണ്. അങ്ങനെ കിടന്ന് കാല് പിടിച്ചിട്ടാണ് ഞാൻ ടീം എടുക്കാൻ പറഞ്ഞത്. അപ്പം തീഷ്ണ ഹസരംഗ ഇതെല്ലാം ഈ നാട്ടുകാർക്ക് വേറൊന്നും പറയില്ലേ? അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള സപ്പോർട്ട് പോലും എനിക്ക് കേരളത്തിൽ ആരും തരണില്ല. എന്നെ സപ്പോർട്ട് ചെയ്തവരെല്ലാം ഇപ്പൊ ഏറിലാണ്. അത് പോട്ട്. എന്റെ അടുത്ത് രോഹിത് ഭായ് രഞ്ജി ട്രോഫി കളിക്കാൻ പറയുന്നത് കേട്ട്. രഞ്ജി പോയി കളിക്കാൻ പറയാൻ രോഹിത് ഭായ് ആര്? രഞ്ജി പണിക്കരാ. ഈ പറഞ്ഞ ആളെ രഞ്ജി പോയി എന്താണ് കാണിച്ചത് നമ്മളെല്ലാം കണ്ട്. എന്നിട്ട് എല്ലാവരും നമ്മളെ മാച്ച് കഴിഞ്ഞ ജോഫ്ര ആർച്ചർ അല്ല, നമ്മളെ ഗ്രൗണ്ടിലെ വാച്ചറെണ്ണം പോണെന്ന്. ഇങ്ങനെ ഒരു പേടിയാടേ നിനക്ക് ആർച്ചറിന്? ആർക്ക് പേടി? എന്ത് പേടി? പക്ഷേ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിലൊന്നും അവൻ്റെ ഒരു കളി എന്നെ നടക്കൂല. അതെന്താ കുഞ്ചു? ആ ടൈമിലെ കളി എൻ്റെ ടീമിലാണ്. എന്നിട്ട് മുട കാണിച്ചോണ്ടല്ലോ തലേദിവസം ചക്കപ്പുഴുക്കും ചളിച്ച ചാളക്കറിയും കൂടെ വയറ്റിളക്കി ഒരു സൈഡോടെ കിടത്തും. അല്ലേ? ഞാൻ പറയാം. കുഞ്ചു, എന്റെ ഡാഡി മീഡിയ മൊത്തം വീട്ടിൽ വിളിച്ച് വരുത്തിയാണ്. ഇനി ഡാഡിയും കൂടെ എന്നെ ഔട്ടാക്കാൻ 145 കിലോമീറ്റർ ആ സ്വർണ്ണക്കടക്കാരെ എറിഞ്ഞ് മോൻ്റെ കരിയർ നശിപ്പിച്ചെന്ന് പറഞ്ഞ മുമ്പ് ഞാൻ പോയി ഡിയാസ് കൊടുക്കട്ടെ. പോട്ടാ ഡാഡി, ഒന്നും പറയില്ലേ ഡാഡി? ഡാഡി ഉണ്ടല്ലേ ഡാഡി? ഡാഡി